ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ചാവക്കാട് ചേറ്റുവ ദേശീയപാത 66-ൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നത് പതിവാകുന്നു. കുടിവെള്ളം മുട്ടി ജനങ്ങൾ ദുരിതത്തിൽ. പ്രതിഷേധവുമായി ഒരുമനയൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV കബീർ രംഗത്ത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഒരുമനയൂർ മേഖലയിലാണ് കൂടുതലും പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വെള്ളം കെട്ടിനിന്ന് പിന്നീട് മലിനജലമാണ് ഓരോ വീടുകളിലെയും പൈപ്പുകളിലെത്തുന്നത്. ഇതുമൂലം പലർക്കും അഴുക്കുവെള്ളം കുടിക്കേണ്ട അവസ്ഥയാണെന്ന് ഒരുമനയൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV കബീർ പറഞ്ഞു. ജനങ്ങളെ മാനസികമായി വിഷമിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അത് വാട്ടർ അതോറിറ്റിയാണെന്നും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ജനങ്ങളെയും സർക്കാരിനെയും ഒരുപോലെ വഞ്ചിക്കുന്നതെന്നും കബീർ ആരോപിച്ചു. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ഈ പൈപ്പ് പൊട്ടുമ്പോൾ ഈ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കും. അവിടെ വരുന്ന പട്ടി, പൂച്ച, നായി വിസർജിച്ചിട്ടൊക്കെ റോഡ് സൈഡിൽ പൊട്ടുന്ന ഈ വെള്ളമാണ് ഓരോ വാർഡുകളിലേക്കും പൈപ്പ് ലൈനിലൂടെ കടന്നു പോകുന്നത് ജനങ്ങൾ കുടിക്കുന്നത്. പക്ഷെ കുടിക്കുന്ന വീട്ടുകാരറിയുന്നില്ല ഇതെങ്ങനെയാണ് വരിക. കാരണം ഏതൊരു വീട്ടുകളിൽ ചെന്നിട്ട് നമ്മൾ നോക്കിയാലും 2 ദിവസം വെള്ളമില്ലാണ്ട് 3-ാമത്തെ ദിവസം ഇത് ശരിയാക്കി കഴിഞ്ഞാൽ ടാപ്പ് തിരിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ചളിവെള്ളമാണ്. ഈ ചളിവെള്ളം ഏതാണ് ഈ റോട്ടിൽ കിടക്കുന്ന മാലിന്യമായിട്ട് കിടക്കുന്നത്. ഇതാണ് ജനങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വർഷത്തോളമായി ഇവരോട് ഞങ്ങൾ പറയണത്. മാത്രമല്ല ഇപ്പോൾ ഹൈവേയുടെ വർക്ക് തുടങ്ങിയതിൻ്റെ ശേഷം ഇടയ്ക്കിടയ്ക്ക് പൈപ്പ് പൊട്ടൽ തുടങ്ങി. അവിടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയോട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു, നിങ്ങൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. വാട്ടർ അതോറിറ്റിയും ഹൈവേക്കാരും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പറയുമ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണില്ല. മാത്രമല്ല ഇപ്പോൾ കളക്ടറായിട്ട് ബന്ധപ്പെട്ടു, MLA ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് പൊഴിഞ്ഞു മാറുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പഞ്ചായത്തിൽ മീറ്റിങ്ങിൽ വരെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ നമ്മൾ സംസാരിച്ചത് ഈ വിഷയമാണ്. കാരണം പൈപ്പ് പൊട്ടുമ്പോൾ ജനങ്ങൾ കുടിക്കുന്നത് റോട്ടിൽ കിടക്കുന്ന മാലിന്യമാണ്. ഇതൊക്കെ പൈപ്പ് വഴി ഓരോ വീടുകളിലേക്ക് എത്തണം. അതിനവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളെന്താ ചെയ്യാം, ഒരു പരിധി വരെയൊക്കെ നമ്മൾ പറയുമ്പോൾ വാട്ടർ അതോറിറ്റി ഹൈവേക്കാർ അവരെ തന്നിഷ്ടം കാണിച്ച് ശ്രദ്ധിക്കാതെ വന്ന് പൈപ്പ് പൊട്ടിച്ചിട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ചില ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ സർക്കാരിനെ മുഖത്ത് കരിതേക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ട് ഉദ്യോഗസ്ഥന്മാർ ചെയ്തു കൂട്ടുന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.